നമസ്കാരം. ലോറൻസ് അല്ലേ? പുറത്തു വരിക, ഉടനെ വരും. അരുണോ? മുകളിലുണ്ട്. അരുൺ. ഹായ് മമ്മ, ഇറ്റ്സ് എ പ്രസന്റ് സർപ്രൈസ്. എന്തു പറ്റി മമ്മ? എന്താ പെട്ടെന്ന് ഇങ്ങനെ വിസിറ്റ്? മമ്മയാകെ ടയർഡായിരിക്കുന്നല്ലോ. നീ എന്റെ മകനല്ല, ഞാൻ നിന്റെ അമ്മയുമല്ല. എന്റെ മകൻ ഒരു ലോറി ഡ്രൈവറാണ്, കൊലപാതകയായ ലോറി ഡ്രൈവർ. പേര് നോബിൾ. മമ്മ എന്തൊക്കെ പറയുന്നേ? എന്ന് പറഞ്ഞ് ഇന്നൊരുത്തൻ എന്റെ കോടതിയിൽ എന്റെ മുഖത്ത് നോക്കി. എനിക്കതെങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. വീട്ടിലിരുന്ന് ഒരുപാട് ആലോചിച്ചു. നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. ഒരാഴ്ചത്തെ ലീവ് എടുത്ത് ഞാനിങ്ങി പോന്നു മോനെ. ഏതോ ഒരു തെമ്മാടി അനാവശ്യം വിളിച്ചു പറഞ്ഞു വിചാരിച്ച് സൂസൻ ഇങ്ങനെ ഒളിച്ചോടി ശരിയായില്ല. നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ ക്ലാരിഫിക്കേഷൻ കൊടുത്തില്ലെങ്കിൽ ആവശ്യമില്ലാത്ത സംശയങ്ങൾക്ക് അത് വഴിവെക്കില്ലേ? അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാനുള്ള മാനസികാവസ്ഥയിലായിട്ടില്ല ഞാനിപ്പോഴും. പരസ്യമായി കോടതിയിൽ വെച്ച് എന്റെ മുഖത്ത് നോക്കി അവനത് വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ പതറിപ്പോയി. എല്ലാവരുടെയും കണ്ണിൽ ഞാൻ അവിവാഹിതയാണ്. ഒരു തേർഡ് റേറ്റ് ക്രിമിനൽ എന്റെ മുഖത്ത് നോക്കി ഞാനൊരു അമ്മയാണെന്നും അവൻ എന്റെ മകനാണെന്നും വിളിച്ചു പറഞ്ഞപ്പോ വർഷങ്ങളായി നമ്മളെല്ലാം കാത്തു സൂക്ഷിച്ച ഒരു രഹസ്യം തകർന്നു വിടുന്ന എനിക്ക് തോന്നി. താങ്ങാൻ കഴിഞ്ഞില്ല, സഹിക്കാൻ കഴിഞ്ഞില്ല. അവനൊരു വെറും തേർഡ് റേറ്റ് ക്രിമിനൽ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നുകിൽ എല്ലാ രഹസ്യങ്ങളും അവൻ അറിയാം, അല്ലെങ്കിൽ എല്ലാം അറിയാൻ ആരോ അവന്റെ പിന്നിലുണ്ട്. ബാംഗ്ലൂരിൽ എന്നെ പ്രസവിച്ച ഹോസ്പിറ്റലിന്റെ പേര് ആ പഴയ ചെല്ലയ്യ. ഇതൊക്കെ അവനെങ്ങനെ മെൻഷൻ ചെയ്യാൻ കഴിഞ്ഞു? ആരാണ് കളിയുടെ ക്യാപ്റ്റൻ എന്ന് അറിയേണ്ടതുള്ളൂ. മോട്ടിവേഷൻ ഉറപ്പാ, ബ്ലാക്ക് മെയിലിംഗ്. എന്തിന്? അതിനിതൊക്കെ ശത്രുക്കൾ ആരാ എനിക്കുള്ളത്? ഇതിനൊക്കെ എന്തിനാ ശത്രുത? ആ ലോറിക്കാരൻ ഇതും പറഞ്ഞുകൊണ്ട് നടന്നാൽ സൂസന്റെ മാനം പോവില്ലേ? ഈ എസ്റ്റേറ്റിന്റെ പകുതി അങ്ങ് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞാലും ഗതികേട് കൊണ്ട് സൂസൻ ചിലപ്പോൾ ചെയ്തേക്കും. അത് അവർക്കും അറിയാം. എനിക്ക് അവകാശപ്പെട്ടത് എവിടെയോ കിടക്കുന്ന ഒരുത്തൻ തിന്നാൻ വന്നാൽ അവനെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വെറും ഒരു ലോറിക്കാരനെ മുമ്പ് നിർത്തി ഇമാതിരി ഒരു കാര്യത്തിന് ഈടുള്ളവന്മാരും കളിക്കത്തില്ല. ഇത് ചുമ്മാ സൂചിയോടെടുക്കാവുന്ന ഒരു കേസല്ലേ ഉള്ളൂ. നമ്മൾ പിള്ളേരെ വിട്ടാ നോബിളിനെ തൂക്കുക, അടിച്ചെല്ലൊടിക്കുക. താനെ സത്യം പുറത്തു വരും. വേണ്ട, അത് വേണ്ട. എന്താ മമ്മയ്ക്ക് പേടിയാണോ? ആര് ചെയ്തു, എന്തു ചെയ്തു എന്ന് ഇരി ചെവി അറിയില്ല. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നീതിയും ന്യായവും ഉറപ്പുവരുത്തേണ്ട ഒരു ജഡ്ജിയാണ് ഞാൻ. ഞാൻ അങ്ങനെ ചെയ്തുകൂടാ. പറയുന്നത് അവിവേകമാണെങ്കിൽ മമ്മ ക്ഷമിക്കണം. ഇന്ത്യൻ പീനൽ കോഡിന്റെ കാവൽ പടയാളിക്ക് വിവാഹം കഴിക്കാതെ പ്രസവിക്കാം. പ്രസവിച്ച കുഞ്ഞിനെ സമൂഹത്തിന്റെ മുമ്പിൽ മകനാണെന്ന് അംഗീകരിക്കാതിരിക്കാം. വളർത്താൻ വേണ്ടി ബന്ധുവായ ലോറൻസ് അങ്കിളിനെ ഏൽപ്പിക്കാം. അച്ഛനാരാ അമ്മയാരാന്നും ചോദിക്കുന്നവരോട് പറയാൻ മലേഷ്യയിലുണ്ടായ ഇല്ലാത്ത ഫ്ലൈറ്റ് ടാക്സിന്റെ കഥ പറഞ്ഞു തന്ന ആരാ? മമ്മയല്ലേ? സ്വന്തം അമ്മയും അമ്മ എന്ന് വിളിക്കാൻ കാതും ചെവിയും ചുറ്റും കൂർപ്പിക്കണം. ഒരു ഈച്ച പോലും കേൾക്കരുതല്ലോ. മടുത്തു എനിക്ക്. എന്താരുടെ നീ പറയുന്നത്? മമ്മ ഒന്നാമത് മനസ്സ് വിഷമിച്ച് വന്നിക്കുക. ഒന്ന് ആശ്വസിപ്പിക്കേണ്ടതിന് പകരം എന്നെ ആരാന്ന് ആശ്വസിപ്പിക്കാൻ? ഒരുമാതിരി ജാരസന്ധ്യയെ പോലെ ജീവിക്കേണ്ടി വന്നത് എന്റെ കുറ്റം കൊണ്ടല്ലോ. അരുൺ, this is too much. പിന്നെ അവന്റെ കാര്യത്തിൽ മാത്രം എന്താ മമ്മയ്ക്ക് നീതിബോധം? അതെന്റെ കാര്യത്തിൽ കണ്ടില്ലല്ലോ. ഞാൻ മകനല്ലെന്ന് തെളിയുകയാണെങ്കിൽ ദയവ് ചെയ്ത് സത്യം എന്നോട് തുറന്നു പറയാൻ മടിക്കണ്ട. 25 വർഷം വളർത്തിയ സെന്റിമെന്റ്സ് ഓർത്തുള്ള ഡെലിക്കസി വേണ്ട. അരുൺ, അരുൺ. വിഷമം തോന്നിയപ്പോ അവൻ എന്തോ വിളിച്ചു പറഞ്ഞു എന്ന് കരുതിയാ മതി. നോബിളിന്റെ കാര്യത്തിൽ ആവശ്യമില്ലാത്ത ഒരു സെന്റിമെന്റ് സൂസൻ കാണിക്കുന്നു. സത്യം പറയാലോ, എനിക്ക് തോന്നി. ലോറൻസ് പറഞ്ഞാണ് ശരി. അവനൊരു സോഫ്റ്റ് കോർണറും അർഹിക്കുന്നില്ല. എന്റെ കോടതി വന്ന കേസല്ലേ, തൽക്കാലം ഞാൻ തന്നെ അത് ഡീൽ ചെയ്തോളാം. കാശ് കൊടുക്കാൻ പറ്റ എനിക്ക് 2 പഴം കൂടെ വേണം. കൊടുക്ക് തിന്നട്ടെ. അടിപ്പടലേ നടക്ക്. എന്നാ നോക്കണത്? പിടിച്ചില്ലേ? വെറുതെ എന്റെ കൈ മെനക്കെടുത്തരുത് കേട്ടോ. എടുക്ക. എത്രയായി? 12. നോബിളാശ 12. ലൈസൻസ് കോടതിയിൽ നിന്ന് കിട്ടാതെ വണ്ടി കയറാൻ ഒക്കുകയല്ല അല്ലേ? കൈ കാശൊന്നുമില്ല. പറ്റെല്ലാം കൂടെ 100 രൂപയായി കാണുമല്ലോ. ഈ മോതിരം ഇവിടെ ഇരുന്നോട്ടെ. ഉണ്ട്, എനിക്കൊരു 100 രൂപ എടുത്താ.
നോബിള് പോ. അല്ല ആശാനെ, നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഒരു അഭിമാനക്കാരൻ ഇറങ്ങിയിരിക്കുന്നു. നീ പണിക്ക് കയറുന്നത് വരെ ശാപ്പാടൊക്കെ ഇവിടുന്ന് മതി. പറ്റും കണക്കൊക്കെ ഞാൻ നോക്കിക്കോളാം. ആശാനെ പറയുന്ന അനുസരിക്ക്. സ്നേഹമുള്ളതുണ്ടല്ലേ അല്ലറ ചില്ലറ കടങ്ങളും കടപ്പാടുകളും ഉണ്ടാകുന്ന എപ്പോഴും നല്ലതാ, അല്ലേ ചേട്ടാ? ദേ, ഞാൻ നോബിളിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. നീ രൊക്കം കാശ് തരണം, ഇല്ലെങ്കിൽ പച്ച വെള്ളം പോലും ഇവിടുന്ന് കിട്ടത്തില്ല. ഈ കടുകുമാങ്ങ മാത്രം കൂട്ടിയാൽ ഇനി അങ്ങോട്ട് ഒന്നും ചെല്ലൂല്ല മറിയാമ്മേ. ജാൻസു നമ്മുടെ മീൻ ശരിയാക്കിയില്ലേ? ഞാൻ പോയി നോക്കിട്ട് വരാം മെമ്പറെ. ഒന്ന് വേഗം ആവട്ടടി, മണിക്കൂർ ഒന്നായല്ലോ ഏന്ത്യാനി ഈ മീൻ വെച്ച് കൊണാപ്പിക്കാൻ തുടങ്ങിട്ട്. കുഞ്ഞമ്മേ, ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യ. അവര് തല്ലാനും കൊല്ലാനും ഒക്കെ നടന്നേച്ച് അവസാനം ചീത്തപ്പേരും കുറ്റമൊക്കെ നമ്മുടെ തലയിലായിരിക്കും. പൊന്നുമോള് കുഞ്ഞമ്മയെ ഉപദേശിക്കാണോ? തന്തയും കൊന്ന് മോളെയും കയറി പിടിച്ചേച്ച് പോയിരിക്കവൻ. അവൻ നാളെ എന്നെയും കയറി പിടിച്ചാലോ? 150 ഉലുവയും കൈക്കരുത്തും കണ്ടപ്പോ നിനക്ക് എന്നാടി പൂതി ഇളവിയോ? ചാച്ചനെ അയാൾ മനഃപൂർവ്വം കൊന്നൊന്നുമല്ല, വേറെ ആരാണ്ടൊക്കെ അതിന്റെ പുറകില്. പെണ്ണെ, ഒരുമാതിരി വക്കീല് കളിക്കല്ലേ. തൊവിക്കളിയെടുത്ത് കീറിക്കിട്ട് ഞാൻ പോറും. അയ്യടി, എന്നതാ മറിയാമ്മേ ജാൻസ് മോളുമായിട്ടൊരു കശവിശ? അവള് പാവമല്ലയോ, മഹാപാപം. പെണ്ണിന്റെ അഹമ്മതി കണ്ടില്ലേ? തല്ലാനും കൊല്ലാനും പോകണ്ടാന്ന്. അവിടെ തന്തയെ കൊന്നത് വേറെ ആരാണ്ടാന്ന്. അവിടെ അമ്മയുടെ നായരായിരിക്കും. അല്ല പിന്നെ അറിയാമേ, ഇതുപോലെ പാലിലോ തേനിലോ കലക്കി ജാൻസൂന് കൊടുക്കാൻ. ഭാഷാണാറ്റാണോ? എനിക്ക് വയ്യ മെമ്പറെ. എടി, ജാൻസൂനെ പോലൊരു കിളിന്ത് ചരക്കിന് കുട്ടപ്പായി പാഷാണം കൊടുക്കൂടി മണ്ടി. ഇതിത്തിരി കാമ്പോസാ, ഉറക്ക ഗുളിക പൊടിച്ചത്. പെണ്ണ് തട്ടിപ്പോയ ഞാൻ തൂങ്ങും മെമ്പറെ. ഇല്ലല്ലേ, അവള് നേരം വെളുക്കുന്നത് വരെ പോത്തുപോലെ കിടന്നങ്ങ് ഉറങ്ങി ഉറി പോലെ എണ്ണീറ്റ് വരും. നേരം വെളുക്കുമ്പോ പെണ്ണിന് കാര്യം മനസ്സിലാവും. പക്ഷെ ആളെ പിടികിട്ടത്തില്ല. നമ്മളങ്ങ് പറഞ്ഞു വരത്തും. നോബിള് രാത്രി വീട്ടിൽ ചാടി കയറി മറിയച്ചേടത്തിയെ തല്ലി താഴെ ഇട്ടേച്ച് ഉറങ്ങിക്കിടന്ന പെണ്ണിനെ ബലാത്കാരം ചെയ്തെന്ന്. ഒച്ചയും ബഹളവും കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരെല്ലാം കൂടി അവനെയും തല്ലിക്കൊന്ന് കൊക്കയിലും കളഞ്ഞു. എങ്ങനെ? മെമ്പറിന്റെ ബുദ്ധിയാ ബുദ്ധി. ഇവിടുത്തെ ചാക്കോച്ചേട്ടന്റെ ശവം നോബിളിന്റെ തലയില്, ഇവിടുത്തെ പെണ്ണിന്റെ മാനവും നോബിളിന്റെ തലയില്.